നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ ഇളക്കി മറിക്കുന്ന കേരള രാഷ്ട്രീയത്തിന്റെ അലകും പിടിയും മാറ്റുന്ന ഒരു വിധിയാണോ കേരള ഹൈക്കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിന് 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ സമയത്ത് രാഹുൽ മാങ്കൂട്ടവും രക്ഷപ്പെട്ടു, കോൺഗ്രസും രക്ഷപ്പെട്ടു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ 9-ാം തീയതിക്ക് മുമ്പോ 11-ാം തീയതിക്ക് മുമ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസിന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് കാര്യങ്ങൾ പുറത്തു കൊടുത്ത് ഒരുപക്ഷെ ഷാബി പറമ്പിലിനെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലുമൊക്കെ നേതാക്കളെയൊക്കെ കൂട്ടിക്കുഴച്ച് പായസം ഉണ്ണാമെന്ന് വിചാരിച്ചിരുന്ന ഇടതുപക്ഷത്തിന് കിട്ടിയ വലിയൊരടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് 15 വരെ തുടരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് വച്ച് നിങ്ങൾ രാഷ്ട്രീയം കളിക്കണ്ട എന്നൊരു മെസ്സേജ് കൂടി ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. മാത്രമല്ല, നോട്ട് ടു അറസ്റ്റ് എന്ന് പറയുന്ന അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള കാര്യം തിരുവനന്തപുരം കോടതിയിലേക്ക് കൊടുത്തെങ്കിലും അവരത് മൈൻഡ് ചെയ്തില്ല. അത് ഹൈക്കോടതി പോയപ്പോൾ 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത്. ഈ കേസ് എടുത്തിരിക്കുന്ന ശാസ്തമംഗൽ അജിത്ത് എന്ന് പറയുന്നത് ക്രിമിനൽ കേസുകളിലും ജാമ്യം എടുത്തു കൊടുക്കാനും സുഗ്രീവനാണ്, അഗ്രഗണ്യനാണ്, ഹനുമാനാണ്. അപ്പൊ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് കിട്ടിയില്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ അറിയാമെന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടെയായി മാറുകയാണ് ഇപ്പോൾ നോട്ട് ടു അറസ്റ്റ്, അതായത് അറസ്റ്റ് ചെയ്യാൻ പാടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ എന്നൊരു കഥ വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇത് തെരഞ്ഞെടുപ്പിന്റെ ലാഞ്ചനയെ കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. കാരണം എന്തെന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് എവിടെന്നെങ്കിലും കിട്ടിയാൽ അല്ലെങ്കിൽ കീഴടങ്ങിയാൽ, ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കീഴടങ്ങുകയോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ സ്വാഭാവികമായിട്ട് 1-2 ദിവസം കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെടുകയും കസ്റ്റഡി കിട്ടുകയും 9-നോ 11-നോ മുമ്പോ ചോദ്യം ചെയ്ത് എന്തെങ്കിലുമൊക്കെ വെളിയിലേക്ക് ഇട്ടുകൊണ്ട് കൃത്യമായി രാഷ്ട്രീയമായി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ CPM-നും ഭരണകക്ഷിക്ക് കഴിയുമായിരുന്നു. ആ സ്വപ്നം പൊളിഞ്ഞിരിക്കുകയാണ്. കോടതി പറഞ്ഞു 15 വരെ തുടരുത്, 14 കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഫലവും കഴിഞ്ഞു, പിന്നെ വേറെ കഥയില്ല. 15 കഴിഞ്ഞാൽ ഇതിൽ വലിയ ആവേശവും ഉണ്ടാവില്ല. ഇതൊരു സാധാരണ ഒരു സ്ത്രീ പീഡന കേസായിട്ടോ അല്ലെങ്കിൽ ഒരു ചതി വഞ്ചന കേസായിട്ടോ പോകും. ഇപ്പോൾ അറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീൽ, പ്രതിഭാഗം എന്ന് പറയപ്പെടുന്ന വക്കീൽ കോടതിയിൽ കൊടുത്തിരിക്കുന്ന സീൽ വെച്ച് അടച്ച കവറിൽ ഒരു വാർത്തയുണ്ടെന്നറിയുന്നു. എത്ര കണ്ട് ശരിയെന്നറിയില്ല. ആ അതിജീവിത എന്ന് പറയുന്ന സ്ത്രീയുടെ അനുവാദത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ അവർ തന്നെയാണ് നിർബന്ധിച്ചിരിക്കുന്നത് ഗർഭചിത്രത്തിന് എന്നുള്ള ചില വാട്സപ്പ് ചാറ്റുകളും ചില അഭിപ്രായങ്ങളും ചില മെസ്സേജുകളും കൂടി അതിജീവിതയുടെ മെസ്സേജ് ആയിട്ട് കൂടി രാഹുൽ മാങ്കൂട്ടം കോടതിക്ക് കൊടുത്തത് കൊണ്ടാണ് കോടതിക്കാകെ ഒരു കൺഫ്യൂഷനിലേക്ക് നിൽക്കുന്നത് എന്നും, അതുകൊണ്ട് എങ്കിൽ പോലും ചതിയുടെയും വഞ്ചനയുടെയും കഥ പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്താൽ മാത്രമേ തെളിവെടുപ്പൊക്കെ സമ്പൂർണമായി പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. അദ്ദേഹം MLA ആണ്. MLA ആയി നിന്നുകൊണ്ട് പുറത്ത് നിന്ന് പിടിക്കപ്പെടുന്നതിന് ഇത്രയും വലിയ രീതിയിൽ ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിൽ, പിടിച്ചാലും അദ്ദേഹം വളരെ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം കേസിന്റെ എല്ലാ തെളിവുകളും നശിപ്പിക്കുമെന്ന് തിരുവനന്തപുരം കോടതിയിൽ പറഞ്ഞത് കൊണ്ടാണ് ജാമ്യം കിട്ടാതിരുന്നത്. പക്ഷേ ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ കഥ മാറി. 15-ാം തീയതി അറസ്റ്റ് ചെയ്തത് വളരെ വിശദമായ വാദം ഇതേ തിരുവനന്തപുരം കോടതിയിൽ കൊടുത്ത അതേ ഡോക്യുമെന്റുകൾ കവർ ചെയ്ത് സീൽ ചെയ്ത് ഹൈക്കോടതി കൊടുത്താൽ അടച്ചിട്ട മുറിയിൽ, തിരുവനന്തപുരത്ത് അടച്ചിട്ട മുറിയിലാണ് ഈ കേസൊക്കെ കേട്ടത്. അതുപോലെ അവിടെയും അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കുമ്പോൾ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഥ വീണ്ടും മാറും. അടുത്ത ട്വിസ്റ്റിലേക്ക് സെക്കൻഡ് ഹാഫ് മാറും. ഇതാണ് ആ ഭാഗം. അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയമായി അഫിൻ വർഗിയൊക്കെ ഇന്നലെ പറഞ്ഞതുപോലെ മുകേഷിന്റെ കാര്യവും നിങ്ങൾ ഏത് സ്കെയിൽ ഉപയോഗിച്ചാണ് ഞങ്ങളെ അളക്കുന്നത്? ഒരു വശത്ത് മുകേഷിനെ പോലെയുള്ള ആളുകളും P ശശിയെപ്പോലുള്ള ആളുകളും അതുപോലെ തന്നെ പാലക്കാടുള്ള ശശിയെപ്പോലുള്ള ആളുകളും ഒക്കെ അതുപോലെ തന്നെ സ്ത്രീ പീഡനത്തിന് വേണ്ടി ഇങ്ങനെ DYFIക്കാരും SFIക്കാരും ആർഷോയും ഒക്കെ അപ്പുറത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പറയാൻ കഴിയുക എന്നൊരു ചോദ്യവുമുണ്ട്. എന്തായാലും വീണ്ടും ശബരിമല അയ്യപ്പൻ ഉയർന്നു വരികയാണ്. ബാലൻസ് നെക്ക് ടു നെക്കായി. നേരത്തെ 90% അയ്യപ്പനും 10% രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു 70% വരെ രാഹുൽ മാങ്കൂട്ടം കയറി വന്നു. അയ്യപ്പൻ താഴേക്ക് പോയി. ഇപ്പൊ വീണ്ടും പതുക്കെ അയ്യപ്പൻ മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 60-70% അയ്യപ്പനാണ് വീണ്ടും മുകളിലേക്ക് കയറി വന്നിരിക്കുന്നത്. എന്തായാലും 15-ാം തീയതി വരെ 14-ാം തീയതി വരെ അയ്യപ്പന്റെ കേസിലും അവിടെ ശബരിമല കൊള്ളയുടെ പേരിലും ആരെയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നില്ല. അപ്പോൾ 15-ാം തീയതി കഴിഞ്ഞാൽ അറസ്റ്റിന്റെ പൊടി പൂരമായിരിക്കും. ഒരു വശത്ത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെടുത്തിയുള്ള 10-20 പേരുടെ അറസ്റ്റ് ഉണ്ടാവും. ഇപ്പുറത്ത് ജയശ്രീ അടക്കമുള്ള ആളുകളുടെയും കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ പേരുകൾ ഒന്നൊന്നായി പുറത്തു വരികയും ആ രീതിയിലുള്ള അറസ്റ്റുകളും ചോദ്യം ചെയ്യലുകളും തെളിവെടുപ്പുകളും നടക്കും. ജയശ്രീ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ പല രൂപത്തിലുള്ള അറസ്റ്റുകളുടെ ഒരു മാസമായിട്ടാണ് ഡിസംബർ മാറുന്നത്. ഇതിൽ കേരള രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് വളരെ സജീവമായി നടക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചടങ്ങുള്ള നിലയിൽ വലിയ പ്രചണ്ഡമായ പ്രചരണത്തിലാണ്. എല്ലാ അൾട്രാ മോഡേൺ പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രചരണ രംഗത്തേക്ക് BJP കടന്നിട്ടുണ്ട്.
റോഡ് ഷോകൾ, അതുപോലെ ഫിലിം ഷോകൾ, പിന്നെ പലതരത്തിലുള്ള പരിപാടികളുമായിട്ട് BJP ഇറങ്ങിയിട്ടുണ്ട്. ശക്തമായ നേതൃത്വവുമായി CPM രംഗത്തുണ്ട്. ശബരിനാഥിനെ നേതൃത്വത്തിലുള്ള വലിയൊരു ടീമുമായി കോൺഗ്രസ് ഉണ്ട്. അപ്പൊ വലിയ ഫൈറ്റാണ് ഇതിലൂടെ നടക്കുന്നത്. പിന്നെ കൊല്ലത്തേക്ക് പോയാലോ തൃശ്ശൂരിൽ ചിലപ്പോൾ സുരേഷ് ഗോപി അവിടെ തമ്പ് ചെയ്താണ് പ്രവർത്തനം നടക്കുന്നത്. അതുപോലെ തന്നെ MC വർഗീസ് എന്ന് പറയുന്ന പാർട്ടി മാറിപ്പോയ MC വർഗീസ് അവിടെയുണ്ട്. അദ്ദേഹം ഇപ്പോൾ BJPയിലേക്ക് ചാഞ്ഞാണ് നിൽക്കുന്നത്. അത് സമ്പൂർണ്ണമായി ലയിച്ചിട്ടില്ല, എന്നാലും BJP പക്ഷമാണ് പുള്ളിക്കാരൻ സുരേഷ് ഗോപി അദ്ദേഹത്തെ ചാക്കിലാക്കിയിട്ടുണ്ട്. അപ്പൊ തൃശ്ശൂർ എന്ത് സംഭവിക്കുന്ന അറിയില്ല. പാലക്കാടാണെങ്കിൽ തമ്മിൽ പോരില്ലെങ്കിൽ വീണ്ടും BJP കയറി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിന്നെ കോഴിക്കോട് ജില്ല എന്നും കോഴിക്കോട് കോർപ്പറേഷൻ ഇടതുപക്ഷത്തോടൊപ്പം നിന്നതാണ്. അത് വീണ്ടും ഇടതുപക്ഷത്തോട് തന്നെ നിൽക്കാൻ സാധ്യതയുണ്ട്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്തുകൾ ഇടതുപക്ഷമായിരിക്കും കൂടുതൽ, കോർപ്പറേഷനുകൾ ഇടതുപക്ഷമായിരിക്കും, ബ്ലോക്ക് പഞ്ചായത്തുകൾ ചിലപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ എടുക്കുമ്പോൾ കോൺഗ്രസിന് വലിയ അപ്പർ ഹാൻഡ് കിട്ടാം. അപ്പോൾ അത് പറയുമ്പോഴും കല്ലിയൂർ പഞ്ചായത്ത്, കയ്യിലുണ്ടായിരുന്ന കല്ലിയൂർ പഞ്ചായത്ത് BJPയിൽ നിന്ന് പോയി. അതേസമയം കള്ളിക്കാട് പഞ്ചായത്ത് BJPക്കുണ്ട്, കരവാരം പഞ്ചായത്ത് BJPക്കുണ്ട്, അങ്ങനെ പല മുത്തോലി പഞ്ചായത്ത് BJPക്കുണ്ട്, പാലയ്ക്കടുത്തുള്ള അല്ലെങ്കിൽ കോട്ടയത്തിനടുത്തുള്ള അങ്ങനെ പല പഞ്ചായത്തുകളും BJPക്കുണ്ട്. ആ പഞ്ചായത്തുകളുടെ എണ്ണം BJP കൂട്ടുമോ? ജില്ലാ പഞ്ചായത്തിലേക്ക് BJP ആളുകളെ ജയിപ്പിക്കുമോ? കോർപ്പറേഷന്റെ എണ്ണം കൂട്ടുമോ? കോർപ്പറേഷനിൽ ജയിക്കുമോ? ഇങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ അരങ്ങേറുന്നത്. ഇതിനിടയിൽ പ്രചണ്ഡമായ അസംബ്ലി തെരഞ്ഞെടുപ്പിനെയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെയും വെല്ലുന്ന രീതിയിലുള്ള പ്രചണ്ഡമായ പ്രചരണമാണ്, പണമിറക്കി തന്നെയുള്ള പ്രചരണമാണ് എല്ലാ പാർട്ടികളും ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ രസകരമായ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ വലിയ തോതിലാണ് പ്രചരണ പരിപാടികൾ നടക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവവായു കിട്ടിയിരിക്കുകയാണ്, ജീവശ്വാസം കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ ഹാഷ്ടാഗുകളും FB പോസ്റ്റുകളും ഫേസ്ബുക്കിന്റെ DPയും എല്ലാം സ്വർണ്ണക്കടത്തുകാർ കടക്ക് പുറത്തെന്നുള്ള ഒരു ആപ്തവാക്യം എടുത്തിട്ടുകൊണ്ടാണ് CPMനെ അടിക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം അവരെ ഫോൾഡറുകളിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഡിഫെൻഡ് ചെയ്യാനില്ലാതെ അവർ പെൻഷൻ കൊടുത്ത കാര്യവും അതുപോലത്തെ കാര്യങ്ങളുമായിട്ടാണ് അവർ വരുന്നത്. ഒരു വശത്ത് പെൻഷൻ കൊടുത്ത കാര്യങ്ങളൊക്കെ വരുന്നു. ഇതിനിടയിലാണ് ജോൺ ബ്രിട്ടാസിന്റെ PM ശ്രീ വന്നുപോയി, ആ ഒരു വിവാദമായിട്ട് വന്നു അതുപോലെ തന്നെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം CPI അത് ഏറ്റെടുത്തില്ല. CPI ഏറ്റെടുക്കാത്തതുകൊണ്ട് തന്നെ ആ വിവാദമായി തന്നെ ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ അവസാനിച്ചു. എന്തായാലും PM ശ്രീ ആയാലും ശബരിമലയായാലും അത്തരത്തിലുള്ള ആന്റി ഇൻകംബൻസ് ഭരണകക്ഷിയെ സ്വാധീനിക്കുമോ, അവർക്കെതിരാകുമോ, അതോ പെൻഷൻ പോലുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവരുടെ വോട്ട് ഉറപ്പിക്കുമോ? കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ശബരിമലയും മറ്റു കാര്യങ്ങളും കോൺഗ്രസിന് ഇനി അനുകൂലമായി മാറുമോ? എന്നാൽ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന പോലെ മറ്റൊരു ടീമായി നിൽക്കുന്ന BJPക്ക് ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാവുക എന്ന് നമുക്ക് കാത്തിരിക്കുന്നു കാണാം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എഫക്റ്റ് രാഷ്ട്രീയത്തിന്റെ കേരളത്തിന്റെ ടെമ്പറേച്ചറും കൂട്ടുക തന്നെ ചെയ്യും.